ഞാൻ അതിന് അഭിമാനത്തിൽ എല്ലാവരോടും പറഞ്ഞെടുക്കാം, ഞാൻ കൊടുത്ത് നല്ലോണം കൊടുത്തിരുന്നു, എന്നോട് പറഞ്ഞതിനൊക്കെ ഞാൻ കൊടുത്തിരുന്നു അഭിമാനത്തിൽ പറയുന്നുണ്ടല്ലോ, അതിനെ സൂക്ഷിക്കണം. അതിനെ നല്ലോണം സൂക്ഷിക്കണം. മനുഷ്യന് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ദേഷ്യം പിടിച്ചു പോവാന്നുള്ളത് സ്വാഭാവിക, ക്ഷമ കെട്ടു പോവാന്നുള്ളത് സ്വാഭാവികമാണ്. അല്ല, നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. അതിനെ ചൊല്ലിയിട്ട് ഉള്ളിൽ യാതൊരു ഗിൽട്ടും ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് ഒരു വേവലാതി ഉള്ളിൽ തോന്നുന്നില്ല എങ്കിൽ അതിന് നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയി, രാത്രി വീട്ടിൽ പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാൻ എന്നാലും അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്തൊരു മോശത്തരാ ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മുടെ ഉള്ളിൽ വരുന്നെന്നുണ്ടെങ്കിൽ നമ്മളിൽ ദീനിന്റെ അംശം ബാക്കിയുണ്ട്, നമ്മളിൽ നന്മ ബാക്കിയുണ്ട്. നമ്മൾ തെറ്റിനെ ചൊല്ലി അഭിമാനിക്കണില്ല. എങ്കിലും നമ്മളൊരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് കുറേ കാലം എന്ത് ചെയ്യണ്ട, ഓർത്തങ്ങനെ നടക്കണ്ട. അള്ള എന്തൊരു ഭംഗിയിലാണ് പറയണത് അല്ലേ. അള്ള എന്തിനാണ് ഇത്രയും തവണ ഖുറാനിൽ ഓഫൂറാണ് ഓഫൂറാണ് ഓഫൂറാണെന്ന് പറഞ്ഞു? ഒരു പ്രാവശ്യം പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലേ. അള്ളക്കറിയാം മനുഷ്യന്മാരെന്താണ്, ആവർത്തിച്ചു കൊണ്ടേയിരിക്കും, തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഗിൽറ്റ് ഉണ്ടായി വീണ്ടും വീണ്ടും നിങ്ങൾ പാപമോചനത്തിന് തയ്യാറാണോ, ആ സമയം അത്രയും അള്ള പൊറുക്കുന്നോ തന്നെയാണ്. രാവിലെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് രാത്രി പറഞ്ഞ അള്ള രാത്രി പുറത്തിരുന്ന ആളാണ്. നിങ്ങൾ രാത്രി ചെയ്തു പോകുന്ന തെറ്റിനെ കുറിച്ചിട്ട് രാവിലെ പറഞ്ഞ അള്ള രാവിലെ പുറത്തിരുന്നവനാണ്. മനുഷ്യനെ അള്ളക്കറിയാം, മനുഷ്യൻ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും.